എനിക്ക് എവിടെ ജോലി കിട്ടിയെന്നറിയോ? ബേബി കെയറിൽ കുഞ്ഞു കുഞ്ഞു വാവകളെ നോക്കാൻ പോകാമല്ലോ. പക്ഷേ ആദ്യത്തെ ടാസ്കിൽ ഞാൻ നോക്കാൻ പോകുന്നത് പ്രേതബാധയുള്ള ബേബിനെയാണ്. പ്രേതബാധയുള്ള ബേബിനെ എങ്ങനെയാണ് നോക്കാൻ നിങ്ങൾക്കറിയോ? നമുക്ക് നോക്കാം. വരൂ, നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യത്തെ ക്ലയൻറ്റിൻ്റെ ഫോൺ കോൾ വന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞത് അവരുടെ കുഞ്ഞ് രാജകുമാരനെ നോക്കാൻ വേണ്ടിയിട്ട് ഒരാളെ വേണമെന്നാണ്. 3 ദിവസത്തേക്ക് അവന് പാല് കൊടുക്കുക, കെട്ടുമ്പോൾ കെടുത്തുക, അങ്ങനെ നോക്കാനുള്ളൂ. പാൽക്കുപ്പി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാവും, അത് കൊടുക്കുക. അഡ്രസ്സ് പറയുന്നത് അപ്പാർട്ട്മെൻറ്റ് 10-ലാണ്. താക്കോല് ചെടിച്ചട്ടിയുടെ അടിയിലുണ്ടെന്ന് പറയണം. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ലെഫ്റ്റ് തുറന്ന് നമ്മളപ്പോൾ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തേക്ക് നോക്കാം. ഇതെങ്ങനെ പോവാം? ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട്. ക്രിസ്മസ് ടൈമാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ അപ്പാർട്ട്മെൻറ്റ് 10-ആണ്. അപ്പോൾ ഇനി ഇവിടെ നോക്കാം നമുക്ക് നമ്പേഴ്സ്. ഇത് 11-ആണ്. ഇപ്പോൾ 10-ാമത്തെ അവിടെ അടുത്ത് തന്നെ ഉണ്ടാവും. അവിടെ റിബൺ കെട്ടിയ ഒരു റൂം കാണുന്നുണ്ട്. റിബണൊക്കെ കെട്ടി വെച്ച് അതായിരിക്കാണ് ചാൻസ്. നമുക്ക് നോക്കാം. അവിടെ ഫ്ലവർ പോട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ താക്കോല്, അതിൻ്റെ അടിയിൽ ഫ്ലവർ പോട്ട് ഉണ്ടോ? അവിടെ അടിയിലൊരു ഫ്ലവർ പോട്ട് ഉണ്ട്. അപ്പോൾ നമുക്കതൊന്ന് പൊക്കി നോക്കാം. ഇപ്പോൾ നമുക്ക് താക്കോല് കിട്ടിയല്ലോ. ഇനി നമുക്ക് അപ്പാർട്ട്മെൻറ്റ് തുറക്കാം. ഞാൻ വരുന്നത് വരെ അവർക്ക് വെയിറ്റ് ചെയ്യാൻ പോലും പറ്റിയില്ല. അവർ വാതിൽ പൂട്ടിയിട്ട് പോയി. അപ്പോൾ കുഞ്ഞാവിനെ ഒറ്റയ്ക്ക് ഇട്ടിട്ടാണോ പോയി? എന്തായാലും വാലോട് നോക്കാട്ടെ നമുക്ക്. അയ്യോ, അതാ ഒരു കുഞ്ഞു വാവൻ അവിടെ ഇരുത്തിയിട്ട് പോയിക്കണു. അയ്യോടോ കുഞ്ഞു ചിക്ക, നിൻ്റെ അച്ഛനമ്മ നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയാ? ചേച്ചി വന്നിട്ടുണ്ട് കേട്ടാ. ചേച്ചി നോക്കാമല്ലോ നിന്നെ. ആ നോട്ടം കണ്ടതിൻ്റെ പാവണ്ടോ? വിശക്കണ്ട നിങ്ങൾക്ക് പാല് കൊണ്ടുവരട്ടെ? ഞാൻ ഫ്രിഡ്ജിൽ പാല് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി പാലെടുത്തോണ്ട് വരാട്ടാ. ഇപ്പോൾ വരാട്ടാ, പേടിക്കണ്ടാട്ടാ. ഇവിടെ അടുക്കള എവിടെയായിരിക്കും? അവിടെ ഒരു വാല് തുറന്നിട്ടുണ്ട്. അത് അടുക്കളയാവാൻ ചാൻസ്. ഇത് തന്നെ അടുക്കള. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് എവിടെയാണ് നോക്കാം. ഫ്രിഡ്ജ് ഇവിടെ ഉണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഫ്രിഡ്ജിലെന്താ വെക്കുന്നുണ്ട്? അതാ മുകളിൽ തന്നെ പാൽക്കുപ്പി ഉണ്ടല്ലോ. പാൽക്കുപ്പി എടുക്കാം. അത് നമ്മൾ പാൽക്കുപ്പി കൊണ്ട് നമ്മുടെ സുന്ദരകുട്ടപ്പൻ്റെ അടുത്തേക്ക് പോവാണ്. ചുങ്കി വാവ, ചേച്ചി വന്നുല്ലോ, പാല് കൊണ്ട് വന്നുല്ലോ. എവിടെ എൻ്റെ ചുങ്കി വാവ? പാല് കുച്ചാടാ, പാല് കുച്ചാലോ. പാല് കണ്ടിട്ട് കുഞ്ഞാൾക്ക് വലിയ സന്തോഷമൊന്നും കാണാനില്ല. നമുക്കതൊന്ന് കൊടുത്തു വെക്കാം. എന്താ ചിരിയോ എൻ്റെ? സന്തോഷമായി. എന്താ പച്ച പുക വരുന്നേ? എന്താടാ നീ കാണിച്ചേ? അപ്പിത്ത നീ ചിരിക്കണ കണ്ടോ? അവിടെ ചിരി നോക്കി. നീ നമുക്ക് ഡയപ്പർ മാറ്റാൻ കൊണ്ടുപോവനാ. കാലൊക്കെ പൊട്ടിയിട്ടുണ്ടല്ലോ. വാട കുഞ്ഞാവേ, ഞാൻ നിൻ്റെ ഡയപ്പർ മാറ്റി തരാം കേട്ടാ. നമുക്ക് പോവാം. ഇവിടെ അടുത്ത് നേരെ കാണാൻ തന്നെ ബാത്റൂം തോന്നുന്നു. നമുക്ക് ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ ഡയപ്പർ മാറ്റിപ്പിക്കാം. അവിടെ കിടത്താൻ അവിടെ ടേബിൾ എടുക്കുന്നുണ്ട്. ചേഞ്ചിങ് ടേബിളിൽ നമുക്ക് ഇവനെ കിടത്താം. കിടക്കട കുഞ്ഞാവേ, കിടക്കട മുട്ട തലയാ. അയ്യോ, ഇനി അവൻ്റെ ഷഡ്ഡി എവിടെയാ? ഷഡ്ഡി ഡയപ്പർ നോക്കാം. ഡയപ്പർ എവിടെയാ? ഡയപ്പർ വല്ല സൈഡിൽ വെച്ചിട്ടുണ്ടാകുന്ന. പൂച്ച ലൈറ്റ് എത്ര പൂച്ച? ഇതൊക്കെ ഉണ്ട്. അവരുടെ ടേബിളിൽ മുകളിൽ തന്നെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഡയപ്പർ എടുക്കാം. അവൻ്റെ എടുത്തു. ഇനി നമുക്ക് ഇത് അവനെ കൊണ്ട് ഇടിയിപ്പിക്കാം. കുഞ്ഞാവ് എവിടെ പോയി? ഇന്ന് ഞാനിവിടെ കിടത്തിയതായിരുന്നല്ലോ. അതെവിടെ പോയത്? എവിടെ പോയടാ നീ? ഞാൻ എൻ്റെ ഡയപ്പർ കൊണ്ടുവന്നിട്ടുണ്ട്. നീ എവിടെ പോയത്? താഴ്ത്തു വേണോ നീ? താഴ്ത്തില്ലല്ലോ. അതെവിടെ പോയത്? ആരെങ്കിലും അതിനെ എടുത്തോണ്ട് പോയി. പക്ഷെ ഞാൻ വാതിലിൻ്റെ അവിടെ തന്നെയാണല്ലോ നിൽക്കണ്ടായി. പിന്നെ അതിനെ അതാ അവിടെ ഇരിക്കണോ? സ്റ്റെയറിൻ്റെ അടിയിലിരിക്കണോ? അതെങ്ങനെ അവിടെ എത്തിയേ? പറന്നു വന്നവനിവിടെ. കുഞ്ഞു ചിക്ക, നീ വല്ല കുട്ടിച്ചാത്തനാണോ അവിടെ? എന്തടേ ഇങ്ങനെ പറന്ന് കിടക്കണ? കണ്ണെന്നെ കാണുമ്പോൾ പേടിയാവുണ്ട് കേട്ടാ. ഇവൻ കുട്ടി തന്നെയാണ്.
എന്തായാലും ഇവനെ നോക്കാന്ന് ഏറ്റതാ. എന്തായാലും അവൻ്റെ ഡൈപ്പർ മാറ്റാം. ഇനി കിടത്തിയാൽ നീ പിന്നെയും പറക്കൂടാ. എനിക്ക് പറക്കാൻ കഴിവുണ്ടെങ്കിൽ ആ ഡൈപ്പർ തന്നെ അങ്ങോട്ട് മാറ്റിക്കൂടെ? എന്തിനാ എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയേ? പേടിപ്പിക്കാനായിട്ട്. എന്നാടാ ഇട്ടോടാ, ഇട്രാ ശരി. അത് എത്ര എളുപ്പമായിരുന്നു. ഓക്കെ, ഇപ്പം സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് കേട്ടാ. ഇനി ഞാൻ നിന്നെ എന്താ ചെയ്യാം? നമുക്ക് പോയി കിടന്നുറങ്ങാം. നിന്നെ ഉറക്കാട്ടാ. നിൻ്റെ റൂം എവിടെയാ? എവിടെയാടാ നിൻ്റെ റൂം? ഇവിടെ അടുക്കള, ഇവിടെ ബാത്റൂം. അപ്പോൾ റൂം മുകളിലായിരിക്കും. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോവാം. മോളി പോവാലോ, ചാച്ചുങ്ങാലോ. കുഞ്ഞാ ചാച്ച ഉറങ്ങാ? നമുക്ക് ഉറങ്ങാട്ടാ. ഉറക്കാൻ കെടുത്തിയിട്ട് നീ അവിടെ നിന്ന് പറന്ന് പിന്നെയും പോവരുത് കേട്ടോ. മിണ്ടാണ്ട് കിടന്ന് ഉറങ്ങിക്കോളൂ. അയ്യോ, കയ്യിൽ നിന്ന് വീണില്ല. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ചിരിച്ചിട്ടിരിക്കണേ, കുഴപ്പമൊന്നുമില്ല. സ്ട്രോങ് കുട്ടിയല്ലേ. നീ എന്താ ബൂസ്റ്റ് കുടിക്കണ, ഹോർലിക്സ് കുടിക്കണ, ഇത്ര സ്ട്രോങ് ആയിട്ടിരിക്കേ? ഞാൻ ഇനി നിന്നെ ഒരു പ്രാവശ്യം കൂടി ഇട്ട് നോക്കട്ടെ? വേണ്ട അല്ലേ, പാവം കുട്ടിയല്ലേ. ഞാൻ കൊണ്ടുപോയി കിടത്താട്ടാ. എന്താടാ നിൻ്റെ റൂം തുറക്കാൻ പറ്റാത്തേ? ഇതല്ലേ നിൻ്റെ റൂം? ഇതെന്താ റൂമിൻ്റെ വാഷിംഗ് മെഷീനൊക്കെ? ഇതല്ലടേ നിൻ്റെ റൂം? ഈ റൂമാ? ഈ റൂമാണോ? അതുകൊണ്ടോ നീ ഇങ്ങനെ തലാട്ട് ബാധ കയറിയ ഞങ്ങൾക്ക്? അയ്യോ, ഇതാ പിന്നെയും കിടക്കണതാണ്. കരയണ്ടേ? ഞാൻ ആദ്യം ഈ റൂമൊന്ന് തുറക്കട്ടെ, എന്നിട്ട് ഞാൻ നിന്നെ എടുക്കാട്ടോ. റൂം തുറക്കാൻ പറ്റില്ല, ലോക്കാണല്ലോ ഇവിടെ. തന്നെ എഴുന്നേറ്റിരുന്ന യക്ഷി കുഞ്ഞാണെങ്കിൽ നിനക്ക് വേദനിക്കണ്ടാ. ഞാൻ എടുക്കാട്ടാ, കരയണ്ടാട്ടാ. ഇനി ഞാൻ നിന്നെ വീഴ്ത്തില്ല കേട്ടാ. പക്ഷെ നിന്നെ എങ്ങനെയുള്ള റൂമിൽ കൊണ്ടുപോവാ? വാല് തുറക്കാൻ പറ്റില്ല, ലോക്കാന്ന് പറയുന്നു. ഞാൻ ഒരിക്കലും കൊണ്ടുപോവാ. ശുന്തി ബാബ കൈ എന്താ? വേറെ റൂമുണ്ടോ? നമുക്ക് നോക്കാം. അവിടെ വേറെ റൂമുണ്ടല്ലോ. ഷീപ്പിൻ്റെ പടക്കുണ്ടല്ലോ. ഇതാണോ ഇനി നിൻ്റെ റൂം? ഇതാണോ നിൻ്റെ റൂം? നിന്നെ ഞാൻ ഉറക്കി തരാട്ടാ. ഇനി സമാധാനമായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടാ. എവിടെയാ നിൻ്റെ കട്ടിലെവിടെയാ? കുഞ്ഞാവിടെ കട്ടിലെവിടെയാ? എവിടെ കിടന്നോട്ടാ. ഇരിക്കാ? കിടക്കണ്ട എനിക്ക്? ഇരിക്കാണോ നീ? കുഞ്ഞാക്ക് ചേച്ചി കഥ വായിച്ചിട്ടെ. ഇവിടെ ഒരു ബുക്ക് ഇരിക്കുന്നുണ്ടല്ലോ, കഥ വായിച്ചു തരാട്ടാ എനിക്ക്. ദ പ്രിൻസ് ആൻഡ് ദ കാറ്റ്. അക്രോസ് ദ ഷോർ ഇൻ ഡിസ്റ്റന്റ് ലാൻഡ് വിത്ത് ഡാർക്ക് സ്റ്റാർസ് ഓവർഹെഡ്. എനിക്ക് ഇംഗ്ലീഷ് അറിയൂടാ, ഞാൻ നിങ്ങൾക്ക് മലയാളത്തിൽ വായിച്ചു തരാട്ടാ. ഒരു രാജകുമാരൻ കിടന്ന് ഉറങ്ങായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു പൂച്ച കട്ടിലേക്ക് ചാടി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരു സീക്രട്ടായിട്ടുള്ള ഒരു ഗാർഡൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് കേട്ട് രാജകുമാരന് ഭയങ്കര സന്തോഷമായി. അവർ രണ്ടുപേരും രാത്രി പുറത്തേക്ക് നടക്കാൻ പോയി. അവർ രണ്ടുപേരും നല്ല സ്വർണ്ണ നിറത്തിലുള്ള ഗാർഡൻ ഗേറ്റിൻ്റെ അടുത്തേക്ക് നടന്നു തുടങ്ങി. നോക്കൂ, എന്ത് ഭംഗിയുള്ള മരങ്ങളാണ്. കുഞ്ഞു കുഞ്ഞു കല്ലുകളുള്ള വഴിയിലൂടെ അവർ നടന്നപ്പോൾ എന്തു മനോഹരമായ പൂക്കളാണ് അവിടെ ഉള്ളത്. അവർ നിറഞ്ഞൊഴുകുന്ന ഒരു ഫൗണ്ടെയിൻ്റെ അടുത്തേക്ക് പോയി. നോക്കൂ, എന്തു നല്ല ഡാൻസ് കളിക്കുന്ന വെള്ളം. നോക്കൂ. പക്ഷെ നമ്മുടെ രാജകുമാരന് ആ ഗാർഡൻ തീരെ ഇഷ്ടപ്പെട്ടില്ല. അവൻ എല്ലാ മരങ്ങളും ചവിട്ടാൻ തുടങ്ങി. അവൻ ചെടികളൊക്കെ പറിച്ച്, പൂവൊക്കെ പറിച്ച് എറിഞ്ഞ് വലിച്ചു എല്ലാം നശിപ്പിച്ചിട്ട് അവന് ഭയങ്കര സന്തോഷമായി. അത് കണ്ട് പൂച്ചയ്ക്ക് ആകെ പേടിയായി. പൂച്ച കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇവനിവിടെ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു, ഞാൻ തെറ്റ് ചെയ്തു പോയി. അത്രയേ ഉള്ളൂ കഥ. കഥ ഇഷ്ടപ്പെട്ടോ നിനക്ക്? അച്ചടാ, നീ ഉറങ്ങിയാ? കഥ കേട്ട് ഉറങ്ങിപ്പോയാ? ഇനി ഞാനും കുറച്ച് നേരം പോയി കിടക്കട്ടെടാ. ഇതെവിടെ പോയാ? അപ്പോൾ റെസ്റ്റ് എടുക്കുക. ഇവിടെ വേറെ റൂമൊന്നുമില്ലല്ലോ എനിക്ക്. കുറച്ച് നേരം നമുക്ക് സോഫയിൽ ഇരുന്ന് TV കാണാം. ഉറക്കം വരുന്നല്ലോ. അയ്യോ, കുഞ്ഞാവ് എഞ്ചും തോന്നണ്. ഒറ്റയ്ക്ക് ഇരുന്ന് പേടിച്ചു പോയില്ല. പോയി നോക്കാം. പേടിക്കണ്ട കുഞ്ഞാവേ, ഇതേ ചേച്ചി വന്നൂട്ടാ. ചേച്ചി ഇപ്പം എടുക്കാട്ടാ. വാതിൽ അടച്ചു വെച്ചതല്ലേ, താര തുറന്നേ. കുഞ്ഞാവ എവിടെയാ? അതോ പിന്നെ കുഞ്ഞാവനെ കാണാനില്ല. കുഞ്ഞാവ എവിടെ പോയിണ്ടോ? ഇവിടെ എവിടെയും കാണാനില്ലല്ലോ. എവിടെ പോയി? പക്ഷെ കുഞ്ഞാവ കരയണ സൗണ്ട് കേൾക്കുന്നുണ്ട്. എവിടെയും താഴെ വീണോ? എവിടെ പോയാവോ? അത് കരയുണ്ടല്ലോ.
എവിടെ പോയി തപ്പു ഞാനിപ്പോൾ അവനെ? ഇനി അന്നത്തെ പോലെ താഴത്ത് ഹോളിൽ ഇരിക്കണ്ടാവോ? ഈ റൂമിലുണ്ടാവോ ഇനി അവൻ? ഇവിടെ വാഷിംഗ് മെഷീൻ മാത്രമേ ഉള്ളല്ലോ. സൗണ്ട് ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെ ഒരു ലോക്ക്. ഞാൻ അവനെ വല്ല പ്രേതം കൊണ്ടുപോയാ? ഇനി അതാണോ ഗെയിം? അപ്പം നമ്മൾ വിചാരിച്ച പോലെ ആ ഉണ്ണിയുടെ മേത്തല്ല പ്രേതം. പ്രേതം ഉണ്ണിനെ കൊണ്ടുപോവാണ്. പിന്നെ അവനെങ്ങനെ കണ്ടുപിടിക്കുക? മോളിത്തെ ലോക്കിൻ്റെ താക്കോല് കണ്ടുപിടിക്കണം. വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലുണ്ടോ ഇനി? ഇല്ലല്ലോ. ഇനി എവിടേക്ക് നോക്കുക? വാതിലിൻ്റെ ബാക്കിലൊരു ബുക്ക് പോലെ എന്തോ ഇരിക്കണ്ടല്ലോ. അതാ താക്കോല് കിട്ടി. ഇനി വേഗത്തിൽ തുറക്കാൻ നോക്കാട്ടോ നമുക്കിത് തുറക്കാം. അതാ ഒരു വലിയ ഏണി വീണേക്കണു. ഇനി ഇതിൻ്റെ മുകളിൽ എന്തായാലും ഉണ്ടാവും തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് പോയി നോക്കാം. ഭയങ്കര ഇരുട്ടായിട്ട് ഇരിക്കണം. എന്തെങ്കിലും പെട്ടെന്ന് ചാടുമോ? എന്തോ ഒരു പ്രേതാലയം പോലെ എന്തോ ഗിഫ്റ്റൊക്കെ ഇരിക്കുന്നത്. എന്നിട്ട് അവിടെ ഉള്ള ബേബി ഒന്നും ഇവിടെ ഇല്ല. ഭയങ്കര ക്രീപ്പി ആയിട്ടുള്ളൊരു വൈബ് തോന്നി തുടങ്ങിയിട്ടാ. ഇപ്പോഴാണ് ശരിക്കും ഒരു ഹൊറർ ഗെയിമിൻ്റെ ഒരു എഫക്റ്റ് വന്നു തുടങ്ങി. ചുമരിലൊക്കെ ആരോ എന്തൊക്കെ ഇങ്ങനെ കുറേ കരുക്കൂരൊക്കെ പോലെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ആരും ഉണ്ടായിരുന്നു. എല്ലാ ചുമരിലും സെയിം പെയിൻറ്റിങ് വെച്ചിരിക്കണേ. എഴുതിയിട്ട് എന്തോ ഇങ്ങനെ വരച്ച് വെച്ചിരിക്കണ. അതിൽ എഴുതിയിരിക്കണ പെയിൻറ്റിങ് സെയിം ടു ബി ഇൻകംപ്ലീറ്റ്. അപ്പോൾ നമ്മൾ വരുന്ന സൗണ്ട് കേട്ട് ആരെങ്കിലും ഇവിടെ നിന്ന് പോയതാണോ ഇനി? എന്നിട്ടിപ്പോൾ അത് ഇവിടെ എന്തായാലും ബേബി ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് താഴെ തന്നെ പോയി നോക്കാം. താഴെ നിന്ന് ബേബിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ താഴെ തന്നെ ഉണ്ടാവും തോന്നുന്നുണ്ട്. സൗണ്ട് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെയുണ്ട്. നേരത്തെ ഡയപ്പർ മാറ്റിയപ്പോഴും അവനെ കാണാണ്ടായില്ല. അപ്പോൾ അതാ ഹോളിൽ അതേ സ്പോട്ടിലിരിക്കണു. ഇവനെന്താ ഇവിടെ വന്ന് കിടന്ന് കരയണേ? എടുക്കുക. എന്താടാ നീ ഇവിടെ വന്ന് കിടന്ന് കരയണേ? നിന്നെ ആരോ റൂമിൽ നിന്ന് കൊണ്ടുവന്നേ? ഞാൻ തിരിച്ച് നിന്റെ റൂമിൽ കൊണ്ടുപോയി കിടത്താട്ടാ. പേടിക്കണ്ട കേട്ടാ. ചേച്ചി നിൻ്റെ കൂടെ തന്നെ ഇരിക്കാട്ടാ. ഞാൻ നിൻ്റെ കൂടെ തന്നെ ഇരിക്കാം. അപ്പം നിന്നെ ആർക്കും പിടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല കേട്ടാ. എന്തിങ്ങനെ വീഴണ? നിനക്ക് മര്യാദയ്ക്ക് കിടന്നൂടെ? എന്താ നീ ഇങ്ങനെ കരയണേ? വാങ്ങിക്കണ്ട എനിക്ക് കളിക്കാൻ നീ വേണോ? ബൊമ്മക്കുട്ടി വേണോ? ഞാൻ നോക്കട്ടെ ഏട്ടാ. എന്തപ്പം നിനക്ക് തരിക ഞാൻ കളിക്കാനായിട്ട്? റബ്ബർ മതിയാ? ഭയങ്കരமான ആള് നീ. നിനക്കിപ്പോൾ ഞാൻ വേറെ ഇവിടെ എന്താ ഉള്ളേ? അതാ ഒരു കുഞ്ഞ്. ഭയങ്കര ദേഷ്യമുള്ളൊരു മാതിരി പാവക്കുട്ടി. നീനെ ഇഷ്ടമാണോടാ? നീ ഇത് വെച്ച് കളിക്ക്. അതും വേണ്ട നിനക്ക്. പിന്നെ ഞാൻ നിനക്ക് എന്തിട്ടാടാ തരാ? ഇവിടെ വേറെ എന്തിട്ടുള്ള? നീ പൂച്ചയുടെ കഥയല്ലേ വായിച്ചേ? അപ്പം നിനക്ക് പൂച്ചനെ ഇഷ്ടമാണോ? പൂച്ചനെ വരട്ടെ? ചിരിക്കണ? ഇഷ്ടമായി നിനക്ക് പൂച്ചക്കുട്ടീനെ? ഇനി ഇവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടാ. അവിടെ തന്നെ ഉണ്ടാവേ. എന്നെ വിളിച്ചാൽ മതിയേ. ഞാനിപ്പോൾ തന്നെ വരെ. നമുക്ക് കുറച്ച് നടന്നു നോക്കാം. ഇനി നടന്നു പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവനെ പിന്നെ കാണാണ്ടാവോ നോക്കാം. ഞാരെടുത്തോണ്ട് പോണേന്ന് എങ്ങനെ കാണാൻ പറ്റിയാലോ? ഒളിച്ചൊളിച്ച് പോവാം. കണ്ട അടച്ചു വെച്ച വാതിൽ പിന്നെ തുറന്നിരിക്കണ. പിന്നെ അവനെ കാണാണ്ടായി തോന്നുന്നുണ്ട്. അല്ല, അവൻ ഉറങ്ങാണ്. ഇപ്രാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നണം. ഇനി പതിയെ വാതിലടച്ചിട്ട് പോവാം. അപ്പോൾ നമ്മൾ വീണ്ടും താഴെ വന്ന് ടി വി കാണാനിരിക്കുകയാണ്. കുറച്ച് നേരം ഇനി ഉറങ്ങാം. കുറേ നേരം ഇനി കുഞ്ഞാവ് എഞ്ചിണ്ടാവും തോന്നുന്നു. പോയി കുറച്ച് പാലെടുത്തിട്ട് വരാൻ അവന് വേണ്ടിയിട്ട്. ഫ്രിഡ്ജിൽ പാലുണ്ടോയെന്ന് നോക്കാം. പാലുണ്ട്. താറവാ പിന്നെ അടിച്ച്. പാല് പിന്നെ കാണാണ്ടാവണം. ഇതെന്തത്? ഇടയ്ക്ക് അവനെ കാണാണ്ടാവും, ഇടയ്ക്ക് പാല് കാണാണ്ടാവും. ഇതെന്ത് മാജിക്ക്? പാലവിടെ പോയി. ഞാൻ പാലും കുപ്പി ഞാൻ അവൻ്റെ എവിടെ അന്വേഷിക്കാനാ? അതെന്താ ലോക്ക്? എൻ്റെ അടുക്കളയിൽ ആരോ പൂട്ടിയിട്ട്. ഇതെന്താ തുറക്കാൻ പറ്റണില്ലല്ലോ? ഞാൻ അവിടെ വിട്ടുപോയാ? വാതിൽ കുത്തി തുറക്കാനായിട്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? അതെന്തോ സ്പൂണാ? സ്പൂൺ തുറക്കാൻ പറ്റുമോ?
ട്രൈ ചെയ്ത് നോക്കാം. അതുകൊണ്ട് എങ്ങനെ കുത്തി പൊളിക്കാനോ തുറക്കാൻ പറ്റണില്ല. അയ്യോ ഞാൻ വിട്ടുപോയി.